ഒരു പാറക്കൊറിയിലാ കിടന്ന്. എന്റെ സുന്ദരനായിട്ടുള്ള അഭിയായിരുന്നില്ല. അതുവരെ ഞാൻ ജീവിച്ച ഒരു ലോകമായിരുന്നില്ല പിന്നെ എനിക്ക്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അതിൽ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, നമ്മൾ സ്നേഹിച്ച് കൊതി തീരും മുമ്പ് നമ്മുടെ പ്രാണൻ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോഴുള്ള വേദന നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ജീവിച്ച് കൊതി തീരും മുമ്പേ നമ്മളിൽ ഒരാൾ, നമ്മുടെ ജീവനായിട്ടുള്ള ഒരാൾ നമ്മളിൽ നിന്ന് വിട്ടു പോകുക എന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അത്രയ്ക്കും ഭയാനകരമാണ്. നമ്മുടെ എന്താ പറയുക, എന്താണ്, നമ്മൾ അത്രത്തോളം സ്നേഹിച്ചു, നമ്മൾ അത്രത്തോളം നമ്മുടെ താങ്ങും തണലായി നിന്നു. ഒരാൾ പെട്ടെന്ന് ഇല്ലാതാകുമ്പോൾ ആ ശൂന്യതയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അല്ലേ. അത്രയ്ക്കും ഭയാനകരമാണ്. നമുക്കത് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു പേടി വേദനയൊക്കെയാണ്. നമ്മൾ എത്ര വഴക്കാണെങ്കിലും ഇതാണെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ആ ഒരു ലൈഫ് പാർട്ട്ണർ നമ്മുടെ ലൈഫിൽ നിന്നും ഇല്ലാതാകുമ്പോഴുള്ള ആ അവസ്ഥയെക്കുറിച്ച് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല. പ്രത്യേകിച്ച് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ എന്തിനും താങ്ങും തണലായി നിൽക്കുന്ന നമ്മുടെ ഒരു പങ്കാളിയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അത്രയ്ക്കും നമുക്ക് സങ്കടവും അതുമായിരിക്കും നമ്മളിൽ നിന്നും വേർവിട്ട് പോയാലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കഥയാണ് അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത്. ചിറയൻകീഴ് സ്വദേശി, തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശിയായ മായ, അഭിലാഷ് എന്ന ഒരു ദമ്പതികളുടെ ജീവിത കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇത് വന്നിട്ട് ഉടൻ പണം എന്ന പ്രോഗ്രാമിൽ വന്ന് പറയുന്ന കഥകളാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇത് തോന്നി. അപ്പോൾ അവരുടെ ആ സങ്കടവും ഇതൊക്കെ കാണുമ്പോൾ, ആ മായ പറയുന്ന ആ ഇതാണ് യുവതിയുടെ സങ്കടം കാണുമ്പോൾ ഞാൻ എന്താ പറയുക, ആ വീഡിയോ കണ്ട് ഞാൻ ഒരുപാട് കരഞ്ഞു. അത്രയ്ക്കും നമുക്ക് സങ്കടം തോന്നിക്കുന്ന ഒരു അപ്പോൾ ആ മായയുടെ സങ്കടം കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അത്രയ്ക്കും ഒരു ഇതായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. അവർക്കൊരു കുഞ്ഞും ജനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ലൈഫ് തന്നെയായിരുന്നു അവരുടെ ജീവിതത്തിൽ. ഒരു വീടുണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ കടങ്ങളും ബാധ്യതകളും, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയാണ് അവർ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ആ ബുദ്ധിമുട്ടിലാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നമുക്കൊരു കുഞ്ഞ് ജനിച്ചാലുള്ള അവസ്ഥയെക്കുറിച്ച് നമ്മൾ പറയണ്ടല്ലോ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ബാധ്യതകൾ കൂടും. ബാധ്യത എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ രണ്ടുപേരായ അടുത്തുനിന്ന് ഒരാളും കൂടെ നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ചിലവുകളും കാര്യങ്ങളൊക്കെ കൂടും. അപ്പൊ അങ്ങനെ തന്നെ ഇവരുടെ ജീവിതത്തിലും ഒരു കുഞ്ഞ് ജനിച്ചു. അതിൽ നിന്ന് ഇവർക്ക് ചെലവുകളും കാര്യങ്ങളൊക്കെ കൂടി. അപ്പോൾ ഒരു എന്താ പറയാ, ഒരു ഓണത്തിന്റെ അന്ന് ഒരു ഡ്രസ്സ് പോലും ഇടാനുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ആ കുഞ്ഞിനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ഡ്രസ്സ് പോലും ഇടാനുണ്ടായിരുന്നില്ല. അപ്പൊ അത് കണ്ട് സങ്കടം തോന്നിയ അഭിലാഷ് ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പോയി എന്തോ പൈസയൊക്കെ കടം വാങ്ങിച്ചിട്ട് ഇവർക്ക് ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തു. കുഞ്ഞിനും അമ്മയ്ക്കൊക്കെ ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തു. മോൾക്ക് ഒരു 3-4 ജോഡി ഡ്രസ്സ് എടുത്തു കൊടുത്തു. അതുപോലെ തന്നെ അവൾക്കും അമ്മായിക്കും ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തു. ആ ഒരു ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്ത് അവര് ഓണമൊക്കെ ആഘോഷിച്ച് പിന്നെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആരോ സുഹൃത്ത് എന്തോ വിളിച്ചിട്ട് അഭിലാഷ് പുറത്ത് പോവുകയാണ്. പുറത്ത് പോയിട്ട് അപ്പം കുഞ്ഞിന് ഒരു ഡ്രസ്സ് എന്തോ മാറ്റണമെന്ന് പറഞ്ഞിട്ട് മായ അഭിലാഷിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അഭിലാഷ് ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട്, നീ റെഡി ആയിട്ടിരിക്കും, ഞാൻ ഉടനെ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ വരാമെന്ന് പറഞ്ഞു. പിന്നെ 4 മണിയായിട്ടും അഭിലാഷിനെ കാണാനില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് ഇതാവുമല്ലോ, വിളിച്ചിട്ട് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു പേടി വരും. അങ്ങനെ മായ വിളിച്ചു. ഉടനെ ആണ് ഇങ്ങനെ പറഞ്ഞത്. ഫസ്റ്റ് വിളിച്ചപ്പോഴാണ് പറഞ്ഞത്, നീ റെഡി ആയിട്ടിരിക്കുക. രണ്ടാമത് 4 മണിയായിട്ട് കാണാതായപ്പോൾ വീണ്ടും വിളിക്കുമ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ്, പരിധിക്ക് പുറത്ത് എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പേടിയാവും. നമ്മൾ ഒരാളെ വിളിച്ചിട്ട്, നമ്മുടെ ഭർത്താവിനെ നമുക്ക് വിളിച്ചിട്ട് കിട്ടാതാകുമ്പോൾ നമുക്ക് എന്തായാലും പേടിയാവും. സമയത്ത് റെഡി ആയിട്ട് ഇരിക്കുന്നു പറഞ്ഞിട്ട് നമുക്ക് വിളിച്ചിട്ട് കിട്ടാതാകുമ്പോൾ ആ ഒരു ഭയം ഉണ്ടല്ലോ, അതൊക്കെ മായയ്ക്ക് വന്നു. പിന്നെ രണ്ടാമത് വിളിച്ചപ്പോൾ ബിസി ആയിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ആശ്വാസം, മായയ്ക്ക് കുറച്ച് ആശ്വാസം, റിങ് ചെയ്യുന്നുണ്ടല്ലോ, സംസാരിക്കുന്നുണ്ടല്ലോ, ബിസി ആണല്ലോ, അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചു. പിന്നെ വിളിച്ചപ്പോൾ പിന്നെ ഇങ്ങോട്ടാണ് കോള് വരുന്നത്. ഇങ്ങോട്ട് കോള് വന്നിട്ട് ഉടനെ മായ ചൂടായി. ഇത്ര നേരം ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല, അങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ട് ചൂടായി, ആ ഒരു രീതിയിൽ ചൂടായി. പക്ഷെ അപ്പുറത്ത് ആരായിരുന്നു, SI ആയിരുന്നു. അപ്പോൾ വിളിച്ചിട്ട് SI ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഇങ്ങനെ ഫോണ് കിട്ടിയിട്ടുണ്ട്, അപ്പം നിങ്ങൾ ഉടൻ തന്നെ സ്റ്റേഷനിലോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പം മായയ്ക്ക് സ്വാഭാവികമായിട്ട് ഭയങ്കര പേടിയായിപ്പോയി. ഇത് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയാതെ
ഭയങ്കര പേടിയായിപ്പോയി. എന്താണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്ക് പെട്ടെന്ന് പേടിയാവുമല്ലോ, നമ്മുടെ ആളില്ല, ഫോണ് പോലീസിന്റെ കയ്യിൽ എന്നൊക്കെ പറയുമ്പോൾ പേടി. അങ്ങനെ ഉടനെ മായയുടെ എന്താണ് അഭിലാഷിന്റെ ഫ്രണ്ടിന്റെ നമ്പർ എന്തോ ഉണ്ടായിരുന്നു. അങ്ങനെ ആ നമ്പറിൽ വിളിച്ചു ചോദിച്ചപ്പോൾ എന്താണ് അയാളും പറഞ്ഞത് എന്താണ് ഞങ്ങൾ ഒരു ഉത്സവത്തിന് വേണ്ടി വന്നതാണ്, ഉത്സവത്തിന് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരായിരുന്നു സ്കൂട്ടറിൽ ബൈക്കിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഞാനിവിടെ ഇറങ്ങി, വേറെ ഞങ്ങൾ 3 പേര് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അവരെ 2 പേരെയും കാണുന്നില്ല, അഭിലാഷിന് വേറൊരു സുഹൃത്തിനും കാണുന്നില്ല. ഞാൻ അവരെ തെരഞ്ഞിട്ട് 2 മണിക്കൂറായി ഞാൻ ഇവിടെ നിൽക്കുന്നു എന്ന് പറയുകയാണ്. പിന്നെ അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യണം. അപ്പോഴാണ് എന്താണ് പിന്നെ അന്നത്തെ ഒരു ദിവസം പിന്നെ ഒരു വിവരമില്ല, കണ്ടില്ല. പിറ്റത്തെ ദിവസമാണ് പോലീസ് വിളിച്ചിട്ട് മായയോട് പറയുന്നത് ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ രീതിയിൽ അഭിലാഷിനെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയണത്. അപ്പോൾ മായ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് കേട്ടിട്ട് വരാട്ടെ. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് കേട്ട് നോക്കൂ. എനിക്ക് അവിടെ പോകണം. ഇപ്പോൾ ശരിക്കും ഞാൻ ഗസ്റ്റായിട്ട് ഞങ്ങൾ ഇത്ര കഷ്ടപ്പാടായിട്ട് പോലും ഞങ്ങൾക്ക് ആകെ കഷ്ടപ്പാടായിട്ടുണ്ട്. എന്നിട്ട് പോലും ഞാൻ ഈ PSC ക്ലാസ്സിന് പഠിക്കാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ, നിന്റെ ആഗ്രഹം എന്താണോ, നിനക്കൊരു ഗവൺമെന്റ് ജോലി വാങ്ങാനാണ് ആഗ്രഹമെങ്കിൽ നീ പൊക്കോ, നീ പോയി വാങ്ങിച്ചിട്ട് വാ എന്നാ പറഞ്ഞ. അതുവരെ കഷ്ടം. അപ്പൊ കണ്ടോ, അഭിലാഷിന് എന്ത് സംഭവിച്ചു എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും യാതൊരു വിവരവുമില്ല, ഇതുവരെ യാതൊരു വിവരമൊന്നുമില്ല. അപ്പൊ അതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പൊ ഉടൻ പണത്തിൽ അങ്ങനെയൊക്കെയാണ് പറയണ്ടായിരുന്നത്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു അപ്പോൾ മായയ്ക്ക് ഫുൾ സപ്പോർട്ട് തന്നെയായിരുന്നു. അഭിലാഷ് ഇപ്പം പഠിത്തത്തിന്റെ കാര്യത്തിനാണെങ്കിലും പഠിക്കാനും അതുപോലെ ജോലിക്ക് പോകാനും യാതൊരു എതിർപ്പോ ഒന്നും അഭിലാഷ് പറഞ്ഞിട്ടില്ല എന്നാണ് മായ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറയാൻ വരുന്നത് ഇന്ന് കാലത്ത് എന്ന് പറയുന്നത്, ഇന്ന് കാലത്ത് എന്നല്ല, ഇപ്പോൾ സ്വാഭാവികമായിട്ട് കുറെ പേരൊക്കെ ജോലിക്ക് പോണതിനൊന്നും കുറ്റങ്ങളൊന്നും പറയില്ല. പെണ്ണിന് ഒരു ജോലി നല്ലതാണെന്നാണ് ചിന്തിക്കുന്നവരാണ് ഇന്നത്തെ തലമുറകൾ. പക്ഷെ അതല്ലാതെ പെണ്ണിന് ജോലിയായ എനിക്ക് കുറച്ചല്ലെന്ന് ചിന്തിക്കുന്ന കുറെ ആളുകളും ഉള്ള സമൂഹം തന്നെയാണ് നമ്മുടേത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നല്ലൊരു സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രം വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കുക. പെൺകുട്ടികൾ നല്ലതുപോലെ പഠിച്ച് നല്ലൊരു നമുക്ക് സ്റ്റേബിൾ ആയിട്ട് തോന്നുന്ന ഒരു ജോലി നമ്മൾ എന്തായാലും വാങ്ങിച്ചെടുത്ത് കഴിഞ്ഞിട്ട് മാത്രം വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കുക. എന്താ പറയുക, ഒരു മരണം എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു ലൈഫ് പാർട്ട്ണറിന് ഇപ്പോൾ ജസ്റ്റ് ഒരു ജോലി ഇല്ലാതാവുകയാണെങ്കിൽ, നമുക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ നമുക്കത് പിടിച്ചു നിൽക്കാൻ കഴിയും. അപ്പോൾ ഒരാളുടെ ആ ഒരു വരുമാനത്തിൽ മാത്രം നമ്മൾ നിന്ന് ആശ്രയിക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ ഒരാൾക്ക് ജോലിയില്ല, അപ്പോൾ ഒരാളുടെ ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും വേഗത്തിൽ പെൺപിള്ളേരെ പിടിച്ച് കെട്ടിക്കുന്ന ആ ഒരു സമ്പ്രദായം മാറ്റിയിട്ട് ഇപ്പം എന്തായാലും പെൺകുട്ടികൾക്ക് ഒരു സ്റ്റേബിൾ ആവാനുള്ളൊരിത് മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കണം. നല്ലൊരു ജോലിയായതിനു ശേഷമേ ഞാൻ കല്യാണം കഴിക്കൂ എന്നൊരു ഇത് പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്നത് എന്തായാലും നല്ലതായിരിക്കും. ഇപ്പൊ ഈ മായയുടെ ഒരു ജീവിതം വെച്ച് നോക്കുമ്പോൾ തന്നെ മായയ്ക്ക് അന്നൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഇത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു പെൺകുട്ടി എത്രത്തോളം അനുഭവിക്കാവുന്നതിൽ അത്രയും മായ അനുഭവിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഒരു ജോലി ഉണ്ടായിരുന്നില്ല, അതുപോലെ ഒരു ഭർത്താവ് പെട്ടെന്ന് മരിക്കുക, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ നല്ലതാണ് അല്ലേ. ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഇത് തന്നെയാണ്. നമുക്ക് പിടിച്ചു നിൽക്കുക കുറച്ചെങ്കിലും ഒരു ഇതാവും. മായ ഒരുപാട് തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്, 3 തവണയോളം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. അവർ കുഞ്ഞുള്ളത് കൊണ്ട് മാത്രമാണ് പിടിച്ചു നിന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞു മാത്രമാണ് അവൾക്കൊരു ഇതുണ്ടായിരുന്നത്. അപ്പം എന്താ ചോദിച്ചാൽ വേറൊരു വഴിയില്ല. അവളുടെ കുറച്ചെങ്കിലും ആശ്വാസമായിട്ട് ഉണ്ടായിരുന്ന ഒരു ഭർത്താവാണ് പെട്ടെന്ന് മരിച്ചു പോകുമ്പോൾ ഉള്ള ആ ഒരു അവസ്ഥ നോക്കും. ഫുൾ കടം ഇതുമായിട്ടൊരു വീട് വെച്ചു, അതിലും കടം, പിന്നെ കുഞ്ഞിനെ വളർത്തണം. ഇതൊക്കെ കൂടി നോക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ആ ഒരു ഇതിലാണ് നമ്മൾ ആത്മഹത്യയിലോട്ട് പോകുന്നത്. അപ്പം മായ പറയുന്ന കുറച്ച് വാക്കുകളും കൂടെ നമുക്ക് കേട്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യട്ടെ. അപ്പൊ അതും കൂടെ ഒന്ന് കേട്ട് നോക്കൂ. എന്റെ മോളെ സേഫ് ആക്കണം. അവള് നാളൊരു കാലത്ത് എന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെയൊക്കെ വളർത്തുമായിരുന്നു എന്ന് പറയരുത്. അതുകൊണ്ട് അമ്മയും അച്ഛനും എല്ലാം ഞാനാണ്. എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഞാൻ അവളെ വളർത്തും. അവളുടെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിച്ചു കൊടുക്കും. അപ്പൊ മായ
പറഞ്ഞതുപോലെ കുഞ്ഞിന് വേണ്ടി മാത്രമാണ് അവൾ ജീവിച്ചിരിക്കുന്നത്. എന്തായാലും നല്ലൊരു ഇതിലെത്തും. ഇപ്പോൾ ഉടൻ പണം എന്നുള്ള പ്രോഗ്രാമിൽ വന്നു. അവിടെ നിന്ന് ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നല്ലൊരു ഇതിലേക്ക് പോകും എന്നൊക്കെയാണ് മായ പറഞ്ഞത്. എന്തായാലും മായയുടെ ജീവിതത്തിൽ നല്ലത് മാത്രം സംഭവിക്കട്ടെ. ആ പൊന്നുമോളെ നല്ലതായിട്ട് വളർത്താനുള്ള ഒരു ഇത് അവൾക്ക് എന്തായാലും കഴിയട്ടെ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയണേ, നമ്മൾ നല്ലൊരു സ്റ്റേബിളായതിനു ശേഷം മാത്രം വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കുക. പെൺകുട്ടികളെല്ലാം നല്ലൊരു ജോലി ആദ്യം വാങ്ങിക്കാൻ നോക്കുക. കല്യാണമല്ല നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു ഇത് പോകാൻ വഴി. നമ്മൾക്കൊരു ജോലി, നമ്മളിപ്പോൾ ഒരു ഡിവോഴ്സ് ആവുകയാണെങ്കിലും ശരി, നമ്മുടെ ലൈഫ് പാർട്ട്ണറിന് ജോലി പെട്ടെന്ന് നഷ്ടപ്പെടുകയാണെങ്കിലും ശരി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരാൾ ലൈഫ് പാർട്ട്ണർ നമ്മൾ ഈ പെട്ടെന്ന് ഇല്ലാതാവുമ്പോഴുള്ള ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ഒരു ജോലി ഒരു പരിധിവരെ നമ്മളെ സഹായിക്കും. എല്ലാ രീതിയിലും നല്ല ഒരു പരിധിവരെ നമ്മൾക്ക് ഒരു സഹായം തന്നെയായിരിക്കും നമ്മൾക്കൊരു വരുമാനമുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും പെൺകുട്ടികൾ ഒരു ജോലി നേടിയതിന് ശേഷം മാത്രം വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഇനിയൊരു മായ എന്താ പറയുക, ജോലി ഇല്ലാത്ത കാരണം കൊണ്ട് ഒരു ആത്മഹത്യ അങ്ങനെയുള്ളൊരു ഇതൊന്നും വരാതിരിക്കട്ടെ. നമ്മൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ എന്തായാലും പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും. അത് എന്തായാലും ഒരു നല്ലൊരു ഇത് തന്നെയാണ്, ഒരു കച്ചിത്തുരുമ്പ് തന്നെയാണ് നമുക്ക് പെൺകുട്ടികൾക്ക് ഒരു ജോലി ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.